ജിന്ന് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും നമ്മൾ മനുഷ്യർ മറ്റ് ജീവജാലങ്ങളോട് സഹായം തേടുന്നത് പോലെ ജിന്നുകളോടും സഹായം തേടാം എന്നുള്ളതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാട്. അങ്ങനെ ഒരു നിലപാടേ ഇല്ല. കാരണം ജിന്നുകൾ ഉണ്ട് എന്നുള്ളത്, അതായത് ജിന്നുകൾ എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു തരത്തിൽ സൃഷ്ടികൾ ഇവിടെ ഉണ്ട്. അത് ഖുർആനിലടക്കം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ജിന്നുകൾ അത് ഭൗതികമായി, അതായത് നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിൽ കാര്യകാരണങ്ങൾ നമ്മൾ പറയും. അതായത് നമ്മൾ തൗഹീദിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന് ദൈവം ഒരു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധം എന്ന് പറയും. ആ കാര്യകാരണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ആ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇടപെടാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല. അത് ജിന്നിനോ മലക്കിനോ മനുഷ്യനോ ആൾദൈവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾക്കോ പ്രവാചകന്മാർക്കോ മുഹമ്മദ് നബിക്കോ പോലും ഈ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ സാധിക്കില്ല. ഇതാണ് അവിടെ ആ ജിന്നിൻ്റെ പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുജാഹിദ് സംഘടനകൾക്ക്. അതിൽ ചില ആളുകൾ പറയും അത് അഭൗതികമാണ് എന്ന് വെച്ചാൽ ഈ കാര്യകാരണങ്ങളുടെ പുറത്താണെന്ന് പറയും, അല്ല ഉള്ളിൽ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഉള്ളിലാണെങ്കിൽ സഹായം തേടാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നേരത്തേക്ക് ജിന്നുകളുടെമായി ബന്ധപ്പെട്ട ചികിത്സകൾ പോലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം ആശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ജിന്നുകളോട് ആ രീതിയിൽ ചികിത്സാ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് തന്നെ ജീവിക്കാം എന്നുള്ള ഇതിൽ ഈ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിച്ചത് കൊണ്ടാണ് വിസ്ഡം ഉണ്ടായത് എന്നുള്ളതൊക്കെ പൊതുവിൽ പല ആളുകളും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതെ അതിൽ പൂർണ്ണമായ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റും. വിസ്ഡവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മുജാഹിദ് സംഘടന ഈ കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ പോലും ജിന്നുകളോട് സഹായം തേടാമെന്നോ അല്ലെങ്കിൽ തേടിക്കോളൂ എന്നോ തേടിയാൽ പ്രശ്നമില്ല എന്നോ പറഞ്ഞ ഒരു വരി പോലും കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ അതൊരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. എക്സിസ്റ്റൻസിനെ ഈ ഭൂമിയിലെ പടപ്പുകളുമായി, പടച്ചവനും പടപ്പുകൾക്കും ഇടയിൽ ഈ ജിന്നിന്റെ എക്സിസ്റ്റൻസിൽ പടപ്പുകളും ജിന്നും തമ്മിലുള്ള ഒരു ബന്ധം എന്തായിരിക്കും? അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഈ വിസ്ഡവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പ്രാപഞ്ചികമായ കാര്യകാരണങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ജിന്നും മറ്റെല്ലാ സൃഷ്ടികളെയും പോലെ. അതല്ല എന്ന് പറയുന്ന അത് വേറൊരു ആലമുൽ ഗൈബിൽ വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ ചികിത്സ തേടുന്നു. അത് ആ ചികിത്സ ഒരു സഹായം തേടൽ തന്നെയാണല്ലോ. ആ സഹായം എന്ന് പറയുന്നത് പടപ്പുകൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുപോലെ നമുക്ക് ജിന്നിനോടും ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പറ്റില്ല, ചില ഇടപെടലാവാം. ഇല്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് KNM-ഉം മർക്കസ് ദവയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ പോലെയല്ല ജിന്ന്. നമുക്കിപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസം നമ്മുടെ ചുറ്റും ജിന്നുകൾ എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ട് എന്നാണ്. പക്ഷേ മനുഷ്യനായ താങ്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കും. താങ്കളുടെ കഴിവ് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ ജിന്നുകൾ അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെ ഉണ്ട്, അവരുടെ കഴിവെന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും നമുക്കില്ല. അത് ദൈവികമായി വന്നിട്ടുള്ള വെളിപാടുകളിലൂടെ മനസ്സിലായ വളരെ കുറച്ച് ധാരണയല്ലാതെ നമുക്കില്ല. അതുകൊണ്ട് എവിടെയാണ് ഒരു തർക്കം വരുന്നതുമായിട്ടുള്ള വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും KNM-ഉം മർക്കസ് ദവയും തമ്മിലുള്ള ഒരു തർക്കം വരുന്നത് എവിടെയാണ്? അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലാണ് ജിന്ന് എന്ന് വിസ്ഡവും, അല്ല എന്ന് KNM മുമ്പ് 2002 ആ സമയത്ത്. അഭൗതികം എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥക്കുള്ളിൽ പുറത്ത് എന്നുള്ളതാണ് അഭൗതികം. ഭൗതികം ക്ലാരിറ്റി കുറവുണ്ട്. അത് അതിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് പ്രാപഞ്ചികമായി ഉള്ളിലായാലും പുറത്തായാലും വ്യത്യാസം? കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയുള്ള പല സുന്നി വിശ്വാസക്കാരായ ആളുകൾ അവർ മഹാന്മാർ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. മുജാഹിദുകൾ അങ്ങനെ പൊതുവിൽ എന്ത് ചെയ്യാറില്ല, അങ്ങനെ വിശ്വസിക്കാറില്ല. ദൈവം മാത്രമാണ് നമ്മളെ ആ നിലക്ക് സഹായിക്കുകയും ഉപദ്രവിക്കാനൊക്കെ ഉള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ്. പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തുനിന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കും എനിക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും. പക്ഷേ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അകത്തുള്ള ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ആ സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഏത് അർത്ഥത്തിൽ ജിന്നുകൾ സഹായിക്കും? അവിടെയാണ് പറഞ്ഞത്. അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം, അല്ലെങ്കിൽ ഖുർആനിൽ വേണം. അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നുകളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളിൽ നിന്ന് സഹായം തേടരുത് എന്ന് തന്നെയാണ് KNM പറയുന്നത്. അതെ, തേടരുത് എന്ന് മാത്രമല്ല, അത് ഈ പ്രാപഞ്ച വ്യവസ്ഥക്ക് അപ്പുറത്താകുന്നത് കൊണ്ട് ഷിർക്കാകും എന്ന് പറയുന്നു. വിസ്ഡം പറയുന്നത് കുറച്ചുകൂടി എല്ലാം ഷിർക്കാവുന്നതാണ് ഭൂരിപക്ഷവും. പക്ഷേ നമ്മുടെ അടുത്തുള്ള ഒരു ജിന്നിനോട് അങ്ങനെ ആ രൂപത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിർക്കാവുകയില്ല എന്നുള്ളതാണ്. എല്ലാം ഷിർക്കാവില്ല, നിരുപാധികം ഷിർക്ക് ആവുകയില്ല എന്ന് വിസ്ഡവും, നിരുപാധികം ഷിർക്കാണ് എന്ന് KNM പറയുന്നത്.